Hello everyone, welcome to my classes. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ 250 PYQ സീരീസിൻ്റെ ഭാഗമായിട്ട് റീഡിംഗ് കോംപ്രിഹെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള 4 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ 2024 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് നടന്നിട്ടുള്ള UGC നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പാസേജിലേക്ക് കടക്കാം. സോ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് പാരഗ്രാഫ് വായിക്കാം, അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Holidays are often a time of culinary indulgence, even for people who are usually careful about diets for the rest of the year. But there is more to holiday eating than avoiding excess calories. What we eat affects the health of the entire body, including the immune system. Since the most of the body's immune system is concentrated in the gut and the trillions of healthy bacteria living there called the microbiome. What we eat has a direct impact on how the immune system functions. A lot of people don't think about the effects what they eat on immunity, but the science says it's crucial, says Heather Moday, MD, founder of the Moday Center for Functional and Integrative Medicine in Norfolk, Virginia and Philadelphia. സോ ഞാനിപ്പോൾ പകുതി പാരഗ്രാഫ് വരെയാണ് വായിച്ചത്. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് ചെക്ക് ചെയ്ത് ആൻസർ കിട്ടുമെന്ന് നോക്കാം, അതിനുശേഷം ബാക്കി പാരഗ്രാഫിലേക്ക് കടക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് കീ മെസ്സേജസ് ദ എബൌട്ട് ടെക്സ്റ്റ് കൺവേസ് എബൌട്ട് ഹോളിഡേ ഈറ്റിംഗ് ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് ഫോളോസ്. മെസ്സേജസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് മുഴുവൻ വായിച്ചാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement is incorrect in the context of the given text എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് മുഴുവൻ പാരഗ്രാഫ് വായിക്കേണ്ടതായിട്ടുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് ഹെദർ മോഡി സ്റ്റേറ്റ്മെന്റ് ഇൻ ദ ടെക്സ്റ്റ്. ഇത് നമ്മൾ വായിച്ച ഭാഗത്തുള്ളതാണ് അല്ലേ. അപ്പോൾ എന്തായിരുന്നു ഹെദർ മോഡിയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? ഇതായിരുന്നു, a lot of people don't think about the effects what they eat on immunity, but the science says it's crucial എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത് ഇതിൽ ഏത് ഓപ്ഷനാണ് വരുന്നത്? ഓപ്ഷൻ എ, the benefits of a balanced diet. B, the relationship between diet and immune system. C, the importance of regular exercise. And D, the effects of meditation on health. അപ്പോൾ ഏതാ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്, the relationship between diet and immune system. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൈക്രോബയോമേസ് ആർ ഇമ്പോർട്ടൻറ്റ് ആസ്. അത് നമ്മൾ വായിച്ച ഭാഗത്തുള്ളത് തന്നെയാണ്. എന്താണ് മൈക്രോബയോമി എന്ന് നമ്മൾ വായിച്ച ഭാഗത്ത് ഏരിയയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഓപ്ഷൻ എ എന്ന് പറയുന്നത് ദേ ക്രിയേറ്റ് ലോട്ട്സ് ഓഫ് ഷുഗർ ഇൻ ദ ബോഡി. ബി, ദേ ആർ ഹെൽത്തി ബാക്ടീരിയ ലിവിങ് ഇൻ ദ ബോഡി. C, they may raise blood pressure and heart disease risk. And D, they increase the tendency for processed food. ഏതായിരുന്നു? ബി ആയിരുന്നു അല്ലേ. They are healthy bacteria living in the body. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following are effects of diet on the body's immune system as discussed in the text? A എന്ന് പറയുന്നത് increased cholesterol level. B, direct impact on immune system function. C, improved skin health. And D, loss of appetite. സോ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ ഇമ്മ്യൂൺ സിസ്റ്റം ഫംഗ്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, അവിടെ സെയിം പാരഗ്രാഫിന് മൈക്രോബയോമി പറയുന്നിടത്ത് പറയുന്നുണ്ട് ആ ഒരു ലൈനിൽ വാട്ട് വി ഈറ്റ് ഹാസ് എ ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ ഹൗ ദ ഇമ്മ്യൂൺ സിസ്റ്റം ഫംഗ്ഷൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ പകുതി പാരഗ്രാഫേ വായിച്ചുള്ളൂ, പക്ഷേ നമുക്ക് 5 ക്വസ്റ്റ്യനിൽ 3 ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പാരഗ്രാഫും കൂടി വായിക്കാം, എന്നിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, so and it is especially important at this time of year since the winter holidays occur around the time when illness like cold, flu and other respiratory illness peak. While an occasional indulgence probably won't cause lasting damage, throwing caution to the wind till New Year's Day is certainly unhealthy and might make you more susceptible to getting sick. Even just a month of really just blowing it and not caring about nutrition can impact the microbiome, says Christian Kirkpatrick, a registered dietitian and Cleveland's Clinic Department of Wellness and Preventive Medicine. സോ ഇതാണ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇമ്പോർട്ടൻറ്റ് കീ മെസ്സേജസ് ദ എബൌട്ട് ടെക്സ്റ്റ് കൺവേസ് എബൌട്ട് ഹോളിഡേ ഈറ്റിംഗ് ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് ഫോളോസ് എന്നുള്ളതാണ്. എന്താണ് കീ മെസ്സേജസ് എന്നുള്ളത്? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കംപ്ലീറ്റ്ലി അവോയ്ഡ് ഇൻഡൽജൻസ്. ബി, ഒക്കേഷണൽ ഇൻഡൽജൻസ് ഈസ് അൺലൈക്ലി ടു കോസ് ലാസ്റ്റിംഗ് ഡാമേജ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഡയറ്റ് ഹാസ് നോ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്ട് ഓൺ ദി ഇമ്മ്യൂൺ സിസ്റ്റം. ഡി എന്ന് പറയുന്നത് ഹോളിഡേയ്സ് ആർ എൻ ഐഡിയൽ ടൈം ടു എക്സ്പെരിമെൻറ്റ് വിത്ത് എക്സ്ട്രീം ഡയറ്റ്. അപ്പോൾ ഇതിൽ ഏത് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്. അതായത് ആ ഒരു സെൻറ്റൻസ് അങ്ങനെ തന്നെ അതിലുണ്ട്.
വൈൽ ആൻഡ് ഒക്കേഷണൽ ഇൻ്റലിജൻസ് പ്രോബബ്ലി വോണ്ട് കോസ് ലാസ്റ്റിംഗ് ഡാമേജ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ്, ഒക്കേഷണൽ ഇൻ്റലിജൻസ് ഈസ് അൺലൈക്ലി ടു കോസ് ലാസ്റ്റിംഗ് ഡാമേജ്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഗിവൺ ടെക്സ്റ്റ്. ഇൻകറക്റ്റ് ആണ് കേട്ടോ, തെറ്റായിട്ടുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാ ഓപ്ഷൻസും വായിക്കുക. ഓപ്ഷൻ എ എന്ന് പറയുന്നത് there is a lot less harm than if 4 days out of the week you are eating pretty well. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് to keep the immunity strong one does not have to stop celebrating but needs to celebrate a little smarter. Option C, what we eat has a direct impact on the immune system. Option D, occasional food indulgence will cause lasting damage. Okay, അപ്പോൾ ഇതിൽ ഏതാ തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ്, അതായത് ഒക്കേഷണൽ ഫുഡ് ഇൻ്റലിജൻസ് വിൽ കോസ് ലാസ്റ്റിംഗ് ഡാമേജ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെൻറ്റൻസ്, വൈൽ ആൻഡ് ഒക്കേഷണൽ ഇൻ്റലിജൻസ് പ്രോബബ്ലി വോണ്ട് കോസ് ലാസ്റ്റിംഗ് ഡാമേജ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ ഡി. ബാക്കി ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡയറ്റ് ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം എന്നുള്ളത് തന്നെയാണ്. മൈക്രോബയോമെ നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് 5 ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. അപ്പോൾ നമ്മൾ ഇതിലും തേർഡ് മെത്തേഡ്, ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 മെത്തേഡ്സ് റീഡിംഗ് കോമ്പ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലെ തേർഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു RC നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് മെത്തേഡ്, അതായത് ഫുള്ള് വായിച്ച ശേഷം ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പക്ഷേ അത് ഈ ഒരു മെത്തേഡ് കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പോലെയല്ല, നമ്മൾ എക്സാം ഹോളിൽ ഇരുന്ന് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടെൻഷനും സ്ട്രെസ്സൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു RC പാരഗ്രാഫ് എന്ന് പറയുന്നത് ചിലപ്പോൾ സ്ക്രീൻ മുഴുവനായിട്ട് നമുക്ക് വരണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ക്രോൾ ചെയ്തിട്ടൊക്കെ വേണ്ടി വരും വായിക്കാനൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് ഫുൾ വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴേക്കും ചിലപ്പോൾ അത് നമ്മൾ മറന്നു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പകുതി വരെ വായിച്ച് ഒന്ന് ക്വസ്റ്റ്യനിലേക്ക് വരിക, അതിനുശേഷം ബാക്കി പാരഗ്രാഫ് കൂടി വായിച്ച് ഫുൾ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നുകൂടി ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രൈ നോക്കുക, നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായി ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഏതാണോ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കേട്ടോ. പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ നന്നായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നെക്സ്റ്റ് ഒരു RC ആയിട്ട് കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ലേണേഴ്സ്.